ഹായ് ഓൾ. അക്കൗണ്ടിങ് ഫോർ ഡിബഞ്ചേഴ്സ് എന്ന ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏഹ്, അതായത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിന്റെ ഡിഫറെന്റ് പോയിന്റ് ഓഫ് വ്യൂ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഷ്യൂഡ് ഫോർ ക്യാഷ്, ഇഷ്യൂഡ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്, ദെൻ ഇഷ്യൂഡ് ആസ് കൊളാട്രൽ സെക്യൂരിറ്റീസ്. അപ്പോൾ ഫസ്റ്റത്തെ രണ്ടെണ്ണം ഓൾറെഡി കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞു. Then ഇതാണ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആസ് കൊളാട്രൽ സെക്യൂരിറ്റീസ്. When a loan is taken from a bank or financial institution, കമ്പനി ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമല്ലോ, അങ്ങനെ എടുക്കുകയാണെങ്കിൽ കമ്പനി മേ ഇഷ്യൂ ഇറ്റ്സ് ഡിബഞ്ചേഴ്സ് ആസ് എ കൊളാട്രൽ സെക്യൂരിറ്റീസ്. ഒരു കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യും. അതാണ് ശരിക്കും എന്തെന്ന് പറയണത്, ഈ കൊളാട്രൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക എന്ന് പറയുമ്പോൾ നോർമലി ലോൺ എടുക്കുമ്പോൾ നമുക്കറിയാലോ, ഒരു സെക്യൂരിറ്റി വെക്കും, അല്ലെങ്കിൽ നമ്മൾ ജാമ്യം ആയിട്ട് എന്തെങ്കിലും വെക്കും, എങ്കിലാണ് ലോൺ കിട്ടുള്ളൂ. അപ്പോൾ അതേപോലെ കമ്പനി എന്ത് ചെയ്യാണ്, ഒരു മെയിൻ സെക്യൂരിറ്റി ഉണ്ടാവും കമ്പനിക്ക്, അതിൻ്റെ പുറമെ അഡീഷൻ ആയിട്ടാണ് ഈ ഒരു ഡിബഞ്ചറും കൂടെ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ അതും കൂടെ അതൊരു സെക്യൂരിറ്റി ആയി മാറും. അതാണ് സെക്കൻഡറി സെക്യൂരിറ്റീസ്. മെയിൻ സെക്യൂരിറ്റിക്ക് പുറമെ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്യൂരിറ്റിക്ക് പുറമെ അഡീഷണലി ആയിട്ട് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റിയാണ് ഈ ഡിബഞ്ചർ. അങ്ങനെ ഡിബഞ്ചർ അങ്ങനെ ലോൺ എടുക്കുമ്പോൾ സെക്യൂരിറ്റി ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നെങ്കിൽ അതിനെയാണ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആസ് എ കൊളാട്രൽ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. There are two methods for dealing the debentures issued as collateral securities. ഇങ്ങനെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ രണ്ട് മെത്തേഡാണ് ഡീൽ ചെയ്യാൻ. രണ്ട് മെത്തേഡിലൂടെയാണ് അത് ഡീൽ ചെയ്യാറുള്ളത്. ഫസ്റ്റ് മെത്തേഡ്, ഇൻ ദിസ് മെത്തേഡ് നോ എൻട്രി ഫോർ ഇഷ്യൂ ഈസ് മെയ്ഡ് ഇൻ ദി ബുക്ക്. ഒരു സ്പെഷ്യൽ എൻട്രി, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ എൻട്രി ഉണ്ടാവില്ല. ലോൺ എടുത്ത എൻട്രി ഉണ്ടാവും, പക്ഷെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് വന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻട്രി കാണിക്കില്ല. പകരം ലോൺ ഈസ് ഷോൺ അണ്ടർ ദി ഹെഡിങ് നോൺ കറണ്ട് ലയബിലിറ്റി. ആ ലോൺ എന്താക്കി കാണിക്കും, നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കും, ലയബിലിറ്റി സൈഡിൽ. സെക്കൻഡ് മെത്തേഡ്, ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചേഴ്സ് എന്ന ഒരു ജേണൽ എൻട്രി പാസ് ചെയ്യാണ്. ഡിബഞ്ചർ സസ്പെൻസ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ ഒരു ജേണൽ എൻട്രി പാസ് ചെയ്യുന്നു. ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് ഷാൾ ബി ഷോൺ അണ്ടർ ദി സബ് ഹെഡിങ് അതർ നോൺ കറണ്ട് അസെറ്റ്. സസ്പെൻസ് അക്കൗണ്ട് നോൺ കറണ്ട് അസെറ്റിൽ കാണിക്കാൻ പറ്റും. എനിവേ ആക്ച്വലി ഇറ്റ്സ് കൂടുതലായിട്ട് ഈ ഒരു ഭാഗത്ത് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല, എങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എ ലിമിറ്റഡ് ടുക്ക് എ ലോൺ ഓഫ് ₹2,000 ഫ്രം എ ബാങ്ക്. 2,00,000 രൂപയുടെ ലോൺ എടുത്തു. ആൻഡ് ഇഷ്യൂഡ് 3,008% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 each. അതിന് വേണ്ടിയിട്ട് 3,000 ഡിബഞ്ചർ, ഒന്നിന്റെ വില 100 രൂപ. ഓക്കെ, കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു. അതേപോലെ ലിമിറ്റഡ് ആഫ്റ്റർ 2 months, 2 month കഴിഞ്ഞതിന് ശേഷം, 2 മാസം കഴിഞ്ഞതിന് ശേഷം അഗെയിൻ ടുക്ക് എ ലോൺ ഓഫ് ₹5 lakh. ഒരു 5 ലക്ഷത്തിന്റെ ലോണും കൂടെ എടുത്തു 2 മാസം കഴിഞ്ഞതിന് ശേഷം ഫ്രം എ ബാങ്ക്. ഇഷ്യൂഡ് അതിന് വേണ്ടിയിട്ട് 6,008% ഡിബഞ്ചേഴ്സ് ഓഫ് 100 each. ഒരു 6,000 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു, കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് അവർക്ക് കൊടുത്തു. അതാണ് ഇഷ്യൂ ചെയ്ത എന്ന് ഉദ്ദേശിക്കുന്നത്. സോ റൈറ്റ് ജേണൽ എൻട്രി ഇൻ ദി ബുക്സ് ഓഫ് കമ്പനി ആൻഡ് പ്രിപ്പയർ ദി ബാലൻസ് ഷീറ്റ്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക, ജേണൽ എൻട്രി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സോ ജേണൽ എൻട്രി ജസ്റ്റ് ബാങ്ക് അക്കൗണ്ട് അപ് ടു ലോൺ എടുക്കുമ്പോൾ ക്യാഷ് കിട്ടും, ബാങ്ക് കിട്ടും, ബാങ്കിലേക്ക് ക്യാഷ് എത്തും, അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് അപ് ടു ലോൺ, അതുകൊണ്ട് 2 lakh ഫസ്റ്റ് കൊടുത്തു. ദെൻ അതേപോലെ തന്നെ സെക്കൻഡ്, മറ്റൊരു 2 മാസം കഴിഞ്ഞിട്ടാണല്ലോ ബാങ്ക് അക്കൗണ്ട് അപ് ടു ലോൺ എന്ന് കൊണ്ട് വീണ്ടും ലോൺ എടുത്തല്ലോ, 5 ലക്ഷത്തിന്റെ ലോൺ കാണിക്കുക. എത്രയേ ഉള്ളൂ ജേണൽ എൻട്രി. ഫസ്റ്റ് ഓപ്ഷൻ ബേസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ളൂ ജേണൽ എൻട്രിയിൽ, കാരണം പിന്നെ ഇത് ഇഷ്യൂ ചെയ്തതിൽ ജേണൽ എൻട്രി ഒക്കെ കാണിക്കേണ്ട ആവശ്യമില്ല. ദെൻ ബാലൻസ് ഷീറ്റിൽ എങ്ങനെ അത് കാണിക്കും, ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നു. ജസ്റ്റ് ബാലൻസ് ഷീറ്റ് ഇതാണ്. ബാലൻസ് ഷീറ്റിൽ കറന്റ് അസെറ്റിൽ കണ്ടില്ല, കറന്റിൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് 7 ലക്ഷം കാണിച്ചു. ആദ്യത്തെ 5 ലക്ഷവും പിന്നെ 2 ലക്ഷവും, അങ്ങനെ ടോട്ടൽ 7 ലക്ഷം. അത് ലാബിലിറ്റി സൈഡിൽ ഫിനാൻഷ്യൽ നോൺ കറണ്ട് ലാബിലിറ്റിയിൽ ബോറോയിങ്സ് എന്ന എൻഡിൽ കാണിക്കും 7 ലക്ഷം. കണ്ടില്ലേ, അതിൻ്റെ നോട്ട്സ് ആണ്, വർക്കിംഗ് നോട്ടാണ് ഈ കാണിച്ചിട്ടുള്ളത്, നോട്ട്സ് ടു അക്കൗണ്ട്. ബാലൻസ് ഷീറ്റിന് താഴെ എക്സ്ട്രാ കൊടുക്കുന്ന അക്കൗണ്ട് നോട്ട്സ് ടു അക്കൗണ്ട്. അത് കാണിച്ചത് ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 7 ലക്ഷം, ബോറോയിങ് ബാങ്ക് ലോൺ എന്ന് പറഞ്ഞിട്ട് ഒരു 7 ലക്ഷം. കണ്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു എന്നതായിട്ട് അവിടെ കാണിക്കും വേണം, ബ്രാക്കറ്റിൽ എഴുതി വെക്കും വേണം. അതാണ്. അപ്പോൾ ഈ ഒരു 7 ലക്ഷം തന്നെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? സോ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ദെൻ മറ്റൊരു ടോപ്പിക്കിലേക്ക് പോകുന്നു, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് റിഡംഷൻസ്. മിക്കവാറും ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ റിഡംഷന്റെ കണ്ടീഷനും കൂടെ അതിലുണ്ടാവും. റിഡംഷന്റെ കണ്ടീഷനും കൂടെ പറയുകയാണെങ്കിൽ അവിടെ കുറച്ചും കൂടെ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കാനുണ്ട്.
അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സോ മനസ്സിലാക്കുക, കണ്ടീഷൻസ് ഓഫ് റിഡംഷൻ എഫക്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഉള്ളാകുന്ന ചില കണ്ടീഷൻസ് അത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിനെ ബാധിക്കും. ഓക്കെ, അപ്പോൾ ആ കണ്ടീഷൻസും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിന്റെ ജേണൽ എൻട്രി കൊടുക്കാൻ ആസ് കമ്പനി സംബന്ധിച്ചിടത്തോളം. ഹിയർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഓരോരോ കണ്ടീഷൻസ് കാണാൻ പറ്റും. ഇവിടെ ദാ ഒരു ആറ് കണ്ടീഷൻസ് ഇവിടെ ഉണ്ട്. അതായത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ റിഡീം ചെയ്യാനുള്ള കണ്ടീഷൻ. റിഡീം ചെയ്യാന്ന് പറഞ്ഞാൽ റിഡംഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ. റിഡംഷൻ എന്ന് പറയുമ്പോൾ ഈ ഡിബഞ്ചർ തിരിച്ചു കൊടുക്കുക. ഈ ഡിബഞ്ചർ തിരിച്ചു കൊടുക്കുക മീൻസ് കമ്പനി എന്ത് ചെയ്യും, ഈ എമൗണ്ട് തിരിച്ചു കൊടുത്തിട്ട് ആ ഡിബഞ്ചർ ഇങ്ങോട്ട് തന്നെ വാങ്ങും. അതാണ് റിഡംഷൻ. അപ്പൊ അത് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നമ്മൾ അതിന് അനുസരിച്ചിട്ടുള്ള ജേണൽ എൻട്രിയും കൂടെ പാസ്സാക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് കേസാണ് ഇഷ്യൂഡ് അറ്റ് പാർ. ഇഷ്യൂ ചെയ്യുന്നത് പാറിലാണ്, റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. അതായത് കമ്പനി ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നത് പാറിൽ, എന്നിട്ട് ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞിട്ട് ആ ഡിബഞ്ചർ തിരിച്ചു വാങ്ങും. ഓക്കെ, ആ ഡിബഞ്ചർ തിരിച്ചു വാങ്ങുമ്പോൾ അത് തിരിച്ചു വാങ്ങുന്നതും പാറിൽ. അതാണ് റെഡീമബിൾ, റെഡീമബിൾ എന്നൊക്കെ പറയുമ്പോൾ അതാണ്. ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് റെഡീമബിൾ അറ്റ് പാർ. ഇഷ്യൂ ചെയ്യുന്നത് പാറിൽ, റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിൽ, റെഡീം ചെയ്യുന്നത് പാറിൽ. മറ്റൊരു കണ്ടീഷനാണത്. ദെൻ വേറെ കണ്ടീഷൻ നോക്കാം. ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, മൂന്നാമത്തെ കണ്ടീഷൻ. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നു, പക്ഷേ റെഡീം ചെയ്യുന്നത് പാറിലാണ്. നാലാമത്തെ കണ്ടീഷൻ ഇഷ്യൂഡ് അറ്റ് പാർ, റെഡീമബിൾ അറ്റ് പ്രീമിയം. ദെൻ അനദർ കണ്ടീഷൻ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, റെഡീമബിൾ അറ്റ് പ്രീമിയം. കണ്ടില്ലേ, ഓരോന്ന്. ദെൻ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, റെഡീമബിൾ അറ്റ് പ്രീമിയം. ഇഷ്യൂ ചെയ്യുന്നതും പ്രീമിയത്തിൽ, റെഡീം ചെയ്യുന്നതും പ്രീമിയത്തിൽ. കണ്ടേ, അപ്പൊ ഇങ്ങനെ കണ്ടീഷൻസ് ഉണ്ടാകുമ്പോൾ ജേണൽ എൻട്രി കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ ജേണൽ എൻട്രി കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ ഒരു കണ്ടീഷൻ ബേസ് ചെയ്തിട്ടുള്ള ജേണൽ എൻട്രീസ് എങ്ങനെ വരാന്ന് നോക്കാം. ഫസ്റ്റ്, വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പാർ, റെഡീമബിൾ അറ്റ് പാർ. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് പാറിൽ, റെഡീം ചെയ്യുന്നതും പാറിൽ. ആ ഒരു കേസിൽ ജേണൽ എൻട്രി നോർമലി ഇഷ്യൂ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് അപ്റ്റഡ് ടു ഡിബഞ്ചേഴ്സ്. അത് രണ്ടും പാറായതുകൊണ്ട് നമുക്ക് വേറെ സ്പെഷ്യലി അവിടെ ഒന്നും കാണിക്കണ്ട. സാധാരണ കൊടുക്കുന്ന ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് അപ്റ്റഡ് ടു ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു, നമുക്ക് എന്ത് കിട്ടി, ക്യാഷ് കിട്ടി, ബാങ്കിലേക്ക് ക്യാഷ് എത്തി. ബാങ്ക് അക്കൗണ്ട് അപ്റ്റഡ് ടു ഡിബഞ്ചേഴ്സ് എന്ന് കാണിക്കാം. ദെൻ സെക്കൻഡ് കേസ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, റെഡീമബിൾ അറ്റ് പാർ. ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിൽ, റെഡീം ചെയ്യുന്നത് പാറിൽ. അപ്പോൾ നോർമലി ഈ ഒരു ജേണൽ എൻട്രി എല്ലായിടത്തും കൊടുക്കണം. ബാങ്ക് അക്കൗണ്ട് അപ്റ്റഡ് ടു ഡിബഞ്ചേഴ്സ് അത് ബേസ് ജേണൽ എൻട്രി ആണ്, അത് എല്ലായിടത്തും കൊടുക്കണം. എല്ലാ കേസിലും അതുണ്ടാവും. കാരണം ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു, പാറിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ആ ഒരു ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് അപ്റ്റഡ് ടു ഡിബഞ്ചേഴ്സ്. എന്നിട്ട് നോക്കണം ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണോ ഡിസ്കൗണ്ടിലാണോ എന്നൊക്കെ നോക്കണം. അപ്പോൾ ഇവിടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ഓൾറെഡി പറഞ്ഞു പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് ആ പ്രീമിയത്തിന്റെ എമൗണ്ട് കൂടെ കാണിക്കണം. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രീമിയത്തിന്റെ എമൗണ്ട് കൂടെ കാണിക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ വേണം. അതാണല്ലോ, മനസ്സിലായല്ലോ. സോ ആ ജേണൽ എൻട്രി അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് മറ്റൊരു ഓപ്ഷൻ സി. ഈവൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്, റെഡീമബിൾ അറ്റ് പാർ. അപ്പൊ ഈ ഫസ്റ്റത്തെ 3 കേസിലും റെഡീം ചെയ്യുന്നത് പാറിലാണ്, പക്ഷേ ഇഷ്യൂ ചെയ്യുന്നത് ഫസ്റ്റത്തെ പാറിൽ, സെക്കൻഡ് പ്രീമിയം, ദെൻ ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ വരുന്നത് ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേസ് ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് അപ്റ്റഡ് ടു ഡിബഞ്ചേഴ്സ് എന്ന് ആദ്യം കൊടുക്കുക. ദെൻ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ട് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് ഒത്തിരി എക്സ്പെൻസ് ആണ്, അത് ഡെബിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്നും കൂടെ കാണിക്കുക. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഫോർത്ത് ഓപ്ഷനിലേക്ക് വരാം. ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂ അറ്റ് പാർ. ഇവിടെ ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് പാറിലാണ്, പക്ഷേ റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. അതൊരു ഓപ്ഷൻ അല്ലെ. അപ്പൊ ആ ഒരു ഓപ്ഷനിൽ നോർമലി പറയുന്ന പോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് അപ്റ്റഡ് ടു ഡിബഞ്ചേഴ്സ് എന്ന ബേസ് ജേണൽ എൻട്രി കൊടുക്കുക. ദെൻ പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നത്, അതുകൊണ്ട് പ്രീമിയം ടു പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് കൊടുക്കാം. പ്രീമിയത്തിൽ റെഡീം ചെയ്യുന്നത് കൊണ്ട് കമ്പനിക്ക് ചെറിയൊരു നഷ്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ നഷ്ടം നമ്മളിവിടെ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെ നഷ്ടം വരിക? ചിലർക്ക് സംശയം ഉണ്ടാവും, നഷ്ടം വരില്ല എങ്ങനെ? ഇഷ്യൂ അറ്റ് പാർ. അപ്പോൾ ഒരു 100 രൂപ വിലയുള്ള ഒരു ഡിബഞ്ചർ 100 രൂപക്ക് ഇഷ്യൂ ചെയ്തു.
100 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തു എന്ന് വെച്ചാൽ കമ്പനിക്ക് 100 രൂപ ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടി. ഇനി അത് റെഡീം ചെയ്യാം, ആ എമൗണ്ട് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ആ എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നത് പ്രീമിയത്തിലാണ്. പ്രീമിയം എന്ന് പറയുമ്പോൾ 110 രൂപക്ക് തിരിച്ചു കൊടുത്തു, കണ്ടില്ലേ? അപ്പോൾ 100 രൂപക്ക് ഇഷ്യൂ ചെയ്തിട്ട് 110 രൂപക്ക് 100 രൂപ അവരെ കയ്യിൽ നമ്മൾ കളക്ട് ചെയ്തു, പക്ഷെ അവർക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുത്തപ്പോൾ 110 ആയി. അപ്പോൾ നോക്കി, നിങ്ങളൊന്ന് അത് നോക്കിയേ, 10 രൂപ നമുക്കിവിടെ ലോസ് അല്ലേ? ആ ലോസ് നമ്മളിവിടെ കാണിക്കണം. അതാണ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ആ ലോസ് എങ്ങനെ വന്നു എന്നുള്ളത്. Then another case, when debentures issue at discount, redeemable at premium. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിൽ, റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിൽ. അപ്പോൾ നോർമൽ ജേണൽ എൻട്രി ആദ്യം കൊടുക്കുക, ബാങ്ക് അക്കൗണ്ട് ഓഫ് ഡിബഞ്ചേഴ്സ്. പിന്നെ റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിലായതുകൊണ്ട് പ്രീമിയം ഓൺ റിഡംഷൻ എന്നും കൊടുക്കുക. ദെൻ ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലായതുകൊണ്ട് അവിടെ നമുക്കൊരു നഷ്ടമുണ്ടാവും, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്നും കൂടെ ചേർത്ത് കൊടുക്കുക. അതായത് ഇവിടെ ഡിസ്കൗണ്ട് ആണ്, ഡിസ്കൗണ്ടിന് നഷ്ടം ഉണ്ടാവും, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തതിന്റെ ആ നഷ്ടം ഉണ്ടാവും, പ്രീമിയത്തിൽ റെഡീം ചെയ്തതിന്റെ ആ നഷ്ടം ഉണ്ടാവും. അതാണ് ഇവിടെ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഇവിടെ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ചെയ്യാം. ഇപ്പം ഫോർ എക്സാമ്പിൾ 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയർ ഇഷ്യൂ ചെയ്ത് 90 രൂപക്കാണ്, അത് തിരിച്ചു കൊടുക്കുമ്പോൾ 110 രൂപക്കാണ്, കണ്ടില്ലേ? അപ്പോൾ ഇവിടെ 90 എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ 10 രൂപ ഓൾറെഡി എന്ത് ചെയ്തു, ലോസ് വന്നു. തിരിച്ചു കൊടുക്കുമ്പോൾ വീണ്ടും ഒരു 10 എന്ത് ചെയ്തു, വീണ്ടും ലോസ് വന്നു, കണ്ടില്ല? അപ്പോൾ രണ്ട് ടൈപ്പ് ലോസ് ആയി അവിടെ. അതാണ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ദെൻ റിഡംഷൻ പ്രീമിയം. രണ്ട് ലോസും കൂടിയാണ് ഇവിടെ കാണിക്കേണ്ടത്, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ലാസ്റ്റ് കേസ്, ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് റെഡീമബിൾ അറ്റ് പ്രീമിയം. ഇഷ്യൂ ചെയ്യുന്നതും പ്രീമിയത്തിൽ, റെഡീം ചെയ്യുന്നതും പ്രീമിയത്തിൽ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഓഫ് ഡിബഞ്ചേഴ്സ് ബേസ് ജേണൽ എൻട്രി കൊടുത്തു, ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണ്, അതുകൊണ്ട് സെക്യൂരിറ്റീസ് പ്രീമിയം എന്നൊരു ജേണൽ എൻട്രി കൊടുത്തു. അത് റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണ്, അതുകൊണ്ട് പ്രീമിയം റിഡംഷൻ ഇത് ഇഷ്യൂവിന്റെ ഇതാണ് സെക്യൂരിറ്റീസ് പ്രീമിയം, ഇത് പ്രീമിയം റിഡംഷന്റെ പ്രീമിയമാണ്, മനസ്സിലാക്കുക. ഇത് ഇഷ്യൂവിന്റെ പ്രീമിയം, ഇത് റിഡംഷന്റെ പ്രീമിയം, മാറരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. ദെൻ അത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ അതും കാണിക്കുക, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതും കാണിക്കുക. ഇതിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നെക്സ്റ്റ് പാർട്ടിൽ